അതെ അതെ, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ എറണാകുളത്തപ്പൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഞാനൊരു നോട്ടീസ് ബുക്ക് എടുത്തുകൊണ്ട് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തു, രശ്മിയേച്ചി പറഞ്ഞിട്ടാണ് എടുത്തതെന്ന്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഉത്സവത്തിൻ്റെ നോട്ടീസാണേ. അത് തുറക്കുമ്പോൾ 28-ാം തീയതി, അതായത് ഇന്നേ ദിവസം, അതായത് ഇന്നലെ നമുക്ക് നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെത് പരിപാടിയുണ്ട് അവിടെ. നോക്കൂ, 28-ാം തീയതി വൈകുന്നേരം 8 മണിക്ക്, വേദി 4-ൽ. അപ്പോൾ അതേ ദിവസം തന്നെ നമ്മുടെ ചിത്രാമ്മയുടെയും പാട്ടുണ്ട്. അപ്പോൾ എറണാകുളം മൊത്തം അവിടെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഞാൻ പ്രോഗ്രാമെല്ലാം നോക്കിയിട്ട് വേദി 1-ൽ നമ്മുടെ ചിത്രാമ്മ വരുന്നുണ്ട്, വേദി 4-ൽ നമ്മുടെ നന്ദഗോവിന്ദൻ ഭജൻസും വരുന്നുണ്ട്. അത് 6 മണിക്ക്, ഇത് 8 മണിക്ക്. അപ്പം നമ്മൾ എറണാകുളത്ത് ഉണ്ടായിട്ട് പോകാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? അതിനു മുമ്പേ നമ്മുടെ ID കാർഡൊക്കെ എക്സ്പയറി ആയി മക്കളെ. അതിനൊക്കെ വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതെല്ലാം എടുത്തിട്ട് സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഒരു മേളം. അതെ, ആനേനെ നേരിട്ട് കണ്ട് ഓർമ്മ പോലും ഇല്ലാത്ത ശമ്പൂട്ടൻ കൊച്ചിയിലെത്തിയ പിന്നെ എന്നും ഒരു ആന എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട് കേട്ടോ. ഡെയിലി ഒരു ആനേനെ കാണുന്നത് മോശമാണോ? അതൊരു അഭിമാനമായി അവൻ കാണട്ടെ എന്നാണ് എനിക്കൊരു തോന്നൽ കേട്ടോ. അപ്പോൾ ആന പോയ പുറകെ നമ്മളെടുത്ത ഫോട്ടോയും കിട്ടി, ആനയ്ക്ക് പുറകെ നമ്മളും വെച്ച് പിടിച്ചു കേട്ടോ. എന്തായാലും ഒന്നുകൂടെ കണ്ടേക്കാന്നേ, ഒരേ വഴിക്ക് പോകുന്നവരല്ലേ. അപ്പോൾ ആനേൻ്റെ പുറകിലായിരുന്നു നമ്മൾ. എന്നിട്ട് വണ്ടി ഓടിച്ച് ആനേനേക്കാളും ഫസ്റ്റ് അടിക്കാൻ വേണ്ടി മുമ്പിൽ പോയി. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, പേടിച്ചിട്ടാ. എങ്ങാനും ഒന്ന് തിരിഞ്ഞാൽ തീർന്നില്ലേ. അതുകൊണ്ട് നേരെ പോകുന്നത്, നമുക്ക് അത്യാവശ്യം കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആന എത്തുന്നതിന് മുമ്പ് നമുക്ക് എവിടെ എത്തണം? എറണാകുളത്തപ്പൻ്റെ മണ്ണിലെത്തണം. എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ കണ്ടോ? ഒരു മണ്ണ് നുള്ളിയിട്ടാൽ താഴെ പോലും വീഴില്ല, അത്രയ്ക്ക് തിരക്ക്. എങ്ങനെ തിരക്കില്ലാതിരിക്കാനാ? ഇന്ന് വരുന്നത് ആരൊക്കെയാ? നമ്മുടെ ചിത്രാമ്മയും, അതേപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഭജൻ ഗ്രൂപ്പ്സിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നന്ദഗോവിന്ദൻ ഭജൻസും. അപ്പോൾ കാണണ്ടേ? അല്ല, കേൾക്കണ്ടേ? എന്താ പറയുക അല്ലേ? ഇതൊക്കെയാണ് ഒരു അനുഭവം എന്നൊക്കെ പറയുന്നത്. പോവല്ലേ, നമുക്ക് ഓടണ്ടേ വേദി 4-ലേക്ക്? വായോ, ഒരുമിച്ച് പോവാം. എറണാകുളത്തപ്പന് വേണ്ടിയിട്ട്, മഹാദേവന് വേണ്ടിയിട്ട് ഒരുമിച്ച് നാമസങ്കീർത്തനങ്ങൾ പാടാം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ വന്നിരിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഒരുമിച്ച് പാടാം അല്ലേ? സ്മരണം ജയ ജയ രാമ രാമ വിനായകമൂർത്തി കീ ജയ ശാരദാ ദേവി കീ ജയ ഗുരുസ്വാമി കീ ജയ ഹര ഹര നമഃ പാർവതി പതയേ ഹര ഹര മഹാദേവ വെற்றிவேல் മുരുകനക്ക് ഹര സ്വാമിയേ ശരണമയ്യപ്പ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ वरदे हरि विठले समस्त भक्त मंडली की जय समस्त भजन मंडली की जय समस्त
भागवतों की जय। सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद हर हर नमः पार्वती पतये हर हर महादेवा ശിവമൂരി ചന്ദ്രബിംബമായി മന്ദളയാകും ഞാൻ പരിധിയിൽ തുള്ളിയായെങ്കിൽ ഉന്മാദ പുണ്യാകമായി ശിവയായി മന്ദലമില്ലാതെ അകലിൽ വായും ഓംകാരമൂർത്തിയോ സങ്കടങ്ങളഖിലം പൊളിഞ്ഞു ശിവശങ്കരൻ नमः शिवाय ओम ओम नमः शिवाय ओम नमः शिवाय ओम ओम नमः शिवाय രണ്ട് കൈകൾ കൂടി മേളിലൊന്ന് ഉയർത്തി കൊട്ടുവാണെങ്കിൽ ओम नमः शिवाय ओम ओम नमः शिवाय 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 हर हर नमः पार्वती पतये हर हर महादेवा കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇനി അധികം നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി. കാരണം നാളെ സ്കൂളുണ്ട്. അതേപോലെ ഇപ്പോൾ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ എരമ്പി നമ്മുടെ കടൽ തിരമാല വരുന്നത് പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് നിൽക്കാനുള്ള സ്പേസൊക്കെ കുറഞ്ഞു വരുന്നു. അപ്പം നമുക്ക് എന്തായാലും പോകാം. നമ്മുടെ ചെവിയും ഹൃദയവും ഇവിടെ വെച്ചിട്ട് നമുക്ക് മെല്ലെ ഇറങ്ങാം.
അപ്പോൾ നമ്മൾ വണ്ടി വെച്ചിടത്തേക്ക് നടക്കുമ്പോഴും പ്രജിയും ശംഭു എന്തൊക്കെയൊക്കെയോ പറയുമ്പോഴും എൻ്റെ ചെവിയും മനസ്സും ശ്രദ്ധയും മൊത്തവും ആ അകലകളിലേക്ക് പോകുന്ന പാട്ടിലാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.